ഫ്രണ്ട്സ്, ഒരു ഡോക്ടറെ കണ്ടിട്ട് ലാബിലേക്ക് പരിശോധനയ്ക്ക് വിടുന്നു. ഇതിൽ സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പരിശോധനയാണ് ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതുപോലെ ചുവന്ന രക്താണുക്കൾ എത്രയുണ്ട്, വെളുത്ത രക്താണുക്കൾ എത്രയുണ്ട്, പ്ലേറ്റഡ് കൗണ്ട് എത്രയുണ്ട്, ESR എത്രയുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇതില് ഇൻഫെക്ഷനും മറ്റും ഉണ്ടാകുമ്പോൾ രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ, അതായത് ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ടിലാണ് വ്യതിയാനം വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒരു മുതിർന്ന ഒരാളുടെ ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 4000 മുതൽ 10000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് സാധാരണഗതിയിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഈ WBCs അഥവാ വെളുത്ത രക്താണുക്കൾ എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇത് ഏതൊക്കെയെന്നല്ലേ? 1 ന്യൂട്രോഫിൽസ്, 2 ബേസോഫിൽസ്, മോണോസൈറ്റ്സ്, ഈസ്നോഫിൽസ്, ഇവ 4മാണ്. ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഈ വെളുത്ത രക്താണുക്കളാണ്. ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ വെളുത്ത രക്താണുക്കൾ രോഗപ്രതിരോധത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ വെളുത്ത രക്താണുക്കൾ കൂടും. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഒരു ന്യൂമോണിയ മറ്റോ ആയിക്കോട്ടെ, അന്നേരം ശരീരത്തിലെ ഈ വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടും. പ്രധാനമായിട്ടും ലൂക്കോസൈറ്റോസിസ് എന്ന് പറയും ഈ വെളുത്ത രക്താണുക്കൾ കൂടുന്നതിനെ. അതിൽ പ്രധാനമായിട്ടും ന്യൂട്രോഫിൽ കൗണ്ട് ആണ് നമ്മുടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനും മറ്റും വരുമ്പോൾ കൂടുന്നത്. അതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കൊറോണ പോലത്തെ ഒരു ഇൻഫെക്ഷനോ ആയിക്കോട്ടെ, അവിടെ നമ്മുടെ ലിംഫോസൈറ്റ് കൗണ്ട് ആണ് കൂടുന്നത്. മറ്റ് ചില ഇൻഫെക്ഷൻസിൽ മോണോസൈറ്റ് കൗണ്ട് കൂടാറുണ്ട്. ഇനി ചില ആൾക്കാർ പറയും ഇസ്നോഫീലിയ ഉണ്ട്. അതായത് ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവര്, അലർജിക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉള്ളവർക്ക് ഇസ്നോഫിൽ കൗണ്ട് കൂടാറുണ്ട്. അപ്പൊ ഇസ്നോഫീലിയ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ 4 കൗണ്ടുകളും, അതായത് വെളുത്ത രക്താണുക്കളുടെ 4 വിഭാഗങ്ങളും കൂടുന്നത് സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള ശരീരത്തിന്റെ റെസ്പോൺസ് അഥവാ അതിന്റെ റെസ്പോൺസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ വെളുത്ത രക്താണുക്കൾക്ക് കൗണ്ട് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്ന് ഡോക്ടർ പരിശോധന ചെയ്യുമ്പോൾ ഈ വെളുത്ത രക്താണുക്കളുടെ കൗണ്ട് കൂടുമ്പോഴാണ് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പലപ്പോഴും പറയുന്നത്. അതനുസരിച്ച് മരുന്നുകൾ മറ്റും നിർദ്ദേശിക്കുന്നത്. ഇനി ചില കണ്ടീഷൻസിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ കൗണ്ട് കൂടാം. സാധാരണ ചിലതരം ബ്ലഡ് ക്യാൻസർ, നമ്മുടെ ലുക്കീമിയ എന്ന് പറയുന്നത്, ചില ബ്ലഡ് ക്യാൻസേഴ്സിൽ ഈ വെളുത്ത രക്താണുക്കളുടെ എണ്ണം അഥവാ കൗണ്ട് ക്രമാതീതമായിട്ട് കൂടുന്നു. 50,000, 60,000, ലക്ഷം ഇങ്ങനെ കൗണ്ട് വരുന്നു. അത് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ബ്ലഡ് ക്യാൻസർ ആണ് അഥവാ ലുക്കീമിയാണ് എന്ന് പറയുന്നത്. ഇനി മറ്റു ചിലതരം രോഗങ്ങളുണ്ട്, ചിലതരം മജ്ജയെ ബാധിക്കുന്ന രോഗം. ഇതില് നമ്മുടെ ഈ വെളുത്ത രക്താണുക്കൾ ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നു. അങ്ങനെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം കുറയുന്നു. ഇത് കാരണം പലപ്പോഴും ഈ വെളുത്ത രക്താണുക്കളുടെ കൗണ്ട് കുറയുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷനും മറ്റും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ക്യാൻസറിന് മറ്റും നൽകുന്ന പല മരുന്നുകളും, കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് തരുന്ന മരുന്നുകളും ഈ വെളുത്ത രക്താണുക്കളുടെ എണ്ണത്തെ കുറയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി നൽകുന്നതിനൊപ്പം ഇതിന്റെ റെസ്പോൺസ് അറിയുന്നതിനൊപ്പം തന്നെ ഡോക്ടർമാർ പലപ്പോഴും WBC കൗണ്ട് നോക്കുന്നത്. കൗണ്ട് തീരെ കുറയുമ്പോൾ ഇൻഫെക്ഷൻ സാധ്യത കൂടുന്നു. കൗണ്ട് തീരെ കുറയുമ്പോൾ പലപ്പോഴും കീമോതെറാപ്പി നിർത്തിവെക്കേണ്ടതായിട്ട് മറ്റും വരാറുണ്ട്. ഇനി നമ്മൾ സാധാരണ ഒരു ബ്ലഡ് കൗണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ശതമാന കണക്കായിട്ട് പറയുന്നു. സാധാരണ ന്യൂട്രോഫിൽസ് ഇപ്പൊ 50% ഉണ്ടെന്ന് പറയുന്നു, ഈസ്നോഫിൽസ് 1% താഴെയാന്ന് പറയുന്നു, അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സ് 5%, ഇങ്ങനെയാണ് സാധാരണ റിപ്പോർട്ട് കാണുന്നത്. ഇനി ഈ ശതമാനത്തിന് പകരം ഇവയുടെ കൃത്യമായുള്ള കണക്ക് ഒരു മെഷീനിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഇത്ര ന്യൂട്രോഫിൽ കൗണ്ട് ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇസ്നോഫിൽ കൗണ്ട് ഇത്ര സെൽസ് ഉണ്ടെന്ന് പറയുന്നതിന് നമ്മൾ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി ഒരു കൃത്യതയാർന്ന ഒരു മെഷർമെന്റ് ആണ്. കൃത്യമായിട്ട് ഇത്ര ന്യൂട്രോഫിൽസ് ഉണ്ടെന്ന് അറിയാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ലൂക്കോസൈറ്റ് കൗണ്ടിന് ഇത്രയും ആധുനിക പരിശോധനകളും മറ്റും വന്നെങ്കിലും ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യുന്നതിലും ഒരു വെളുത്ത രക്താണുക്കളുടെ പരിശോധന, ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട്, ടോട്ടൽ WBC കൗണ്ട് നോക്കുന്നതും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിശോധനയാണ്. പക്ഷേ ഈ ടെസ്റ്റിന് ഇന്നും പ്രസക്തിയുണ്ട്. ഈ ടെസ്റ്റിലൂടെ ഡോക്ടർമാർക്ക് ചികിത്സയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒരുപാട് ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. അതേസമയം വളരെയധികം ചെലവ് കുറഞ്ഞ ഒരു പരിശോധനയാണ്, എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു പരിശോധനയുമാണ്. താങ്ക് യു.